എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 നവംബറിൽ നടന്ന കേടെറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ പാർട്ട് 2 മലയാളമാണ്. കേടെറ്റ് പരീക്ഷയിലെ സിലബസുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദമായ 16 ക്ലാസുകൾ മലയാളം സംബന്ധമായിട്ട് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കുകയും നമ്മുടെ ഉസ്താദ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടിരിക്കേണ്ടതുണ്ട്. അത് കണ്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത്. എങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഏതാണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ലളിതമായി പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ സാധിച്ചേക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 91 സംഘപ്രവർത്തനം വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ട സൂചകങ്ങളിൽ പെടാത്തത് ഏതാണ്? സംഘപ്രവർത്തനം വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ട സൂചകങ്ങളിൽ പെടാത്തത് ഏതാണ്? എ. പ്രവർത്തനങ്ങളുടെ നേതൃത്വം സ്വയം ഏറ്റെടുക്കുന്നു. ബി. സംഘത്തിലെ മറ്റുള്ളവരോട് സഹകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു. സി. വ്യക്തിഗതമായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ മികവ്. ഡി. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുകയും സ്വന്തം അഭിപ്രായം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്തരം സി ആണ്. വ്യക്തിഗതമായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലെ മികവ്. സി ആണ് ചോദ്യത്തിന്റെ ഉത്തരം. 92 അധ്യാപകർ തയ്യാറാക്കുന്ന പ്രതിഫലന കുറിപ്പുകൾ SRG യോഗത്തിൽ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച ഏറ്റവും പ്രസക്തമായ പ്രസ്താവന ഏതാണ്? അധ്യാപകർ തയ്യാറാക്കുന്ന പ്രതിഫലന കുറിപ്പുകൾ SRG യോഗത്തിൽ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച ഏറ്റവും പ്രസക്തമായ പ്രസ്താവന ഏതാണ്? എ. പഠന പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി തിരിച്ചറിഞ്ഞ് തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം. ബി. കുട്ടികൾക്ക് വാർഷിക പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡുകൾ വിശകലനം ചെയ്യാം. സി. മേലധികാരികൾക്ക് നൽകാനുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാം. ഡി. തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് ക്ലാസ് കയറ്റം നൽകേണ്ടതിന്റെ പ്രാധാന്യം ചർച്ച ചെയ്യാം. ഉത്തരം എ ആണ്. പഠന പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി തിരിച്ചറിഞ്ഞ് തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം. എ ആണ് ഉത്തരം. 93 മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഈ പഴഞ്ചൊല്ലിന്റെ ആശയവുമായി യോജിക്കുന്നത് ഏതാണ്? മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഈ പഴഞ്ചൊല്ലിന്റെ ആശയവുമായി യോജിക്കുന്നത് ഏതാണ്? എ. അനുഭവ സമ്പന്നരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ സന്തോഷം പകരും. ബി. മുതിർന്നവരുടെ ഉപദേശങ്ങൾ പലപ്പോഴും പ്രയോജനകരമല്ല. സി. മുതുനെല്ലിക്ക പോലെ ഉപേക്ഷിക്കേണ്ടവയാണ് മുതിർന്നവരുടെ വാക്കുകൾ. ഡി. മുതിർന്നവരുടെ ചില വാക്കുകൾ എപ്പോഴും കൈപ്പുള്ളതാണ്. ഉത്തരം എ ആണ്. അനുഭവ സമ്പന്നരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ സന്തോഷം പകരും. എ ആണ് ഉത്തരം. 94 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? എ. അതിഥി. ബി. വിഡിതം. സി. പീഡനം. ഡി. വിദ്യുത് ശക്തി. ഉത്തരം ഡി ആണ്. വിദ്യുത് ശക്തി. അത് മാത്രമേ അതിൽ ശരിയുള്ളൂ. 95 താഴെ പറയുന്നവയിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പഠന പുരോഗതിക്ക് അനുകൂലമല്ലാത്ത സമീപനം ഏതാണ്? താഴെ പറയുന്നവയിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പഠന പുരോഗതിക്ക് അനുകൂലമല്ലാത്ത സമീപനം ഏതാണ്? എ. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷ ഉപയോഗിക്കണം. ബി. എപ്പോഴും സഹതാപത്തോടെ പെരുമാറി അവരെ ഉയർത്തിക്കൊണ്ടുവരണം. സി. കുട്ടികൾക്ക് നേരിട്ട് അനുഭവം ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തനം ചിട്ടപ്പെടുത്തണം. ഡി. കുട്ടികൾക്ക് സ്വയം ചെയ്തു പഠിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. ഇവിടെ ഉത്തരം ബി ആണ്. എപ്പോഴും സഹതാപത്തോടെ പെരുമാറി അവരെ ഉയർത്തിക്കൊണ്ടുവരണം എന്നത് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പഠന പുരോഗതിക്ക് അനുകൂലമല്ലാത്ത സമീപനമാണ്. അപ്പോൾ ബി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 96
പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. ഈ വരികളുടെ സമാന താളത്തിലുള്ള ഇരടി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷനുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അതിൽ സി എന്ന ഓപ്ഷനാണ് ഇതിന്റെ ഇതേ സമാന താളത്തിലുള്ള ഈരടി എന്ന് നമുക്ക് കാണാം. കോപമാകുന്നതു വിത്തെന്നറിയണം, പാപമാകുന്ന മരത്തിന്നെടോ. സി ആണ് ഉത്തരം. 97. ഉപജീവന മാർഗം മുട്ടുക എന്ന അർത്ഥമുള്ള ശൈലി ഏതാണ്? ഉപജീവന മാർഗം മുട്ടുക എന്ന അർത്ഥമുള്ള ശൈലി ഏതാണ്? എ. കൈല് കുത്തുക, ബി. കരിവാരി തേക്കുക, സി. കഞ്ഞിയിൽ പാറ്റ വീഴുക, ഡി. പമ്പരം ചുറ്റിക്കുക. ഉത്തരം സി ആണ്, കഞ്ഞിയിൽ പാറ്റ വീഴുക. 98. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട പോർട്ട്ഫോളിയോ വിലയിരുത്തുമ്പോൾ മുഖ്യ പരിഗണന നൽകുന്നത് ഏതിനാണ്? ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട പോർട്ട്ഫോളിയോ വിലയിരുത്തുമ്പോൾ മുഖ്യ പരിഗണന നൽകുന്നത് ഏതിനാണ്? എ. കുട്ടിയുടെ രചനാ പുസ്തകങ്ങൾ, ബി. ടീച്ചർ വേർഷൻ, സി. അധ്യാപികയുടെ ടീച്ചിങ് മാനുവൽ, ഡി. പഠന പുരോഗതി രേഖ. ഉത്തരം എ ആണ്, കുട്ടിയുടെ രചനാ പുസ്തകങ്ങൾ. എ ആണ് ഉത്തരം. 99. കുട്ടികളുടെ രചനാ പ്രവർത്തനങ്ങൾക്കു ശേഷം ടീച്ചേഴ്സ് വേർഷൻ പരിചയപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ്? കുട്ടികളുടെ രചനാ പ്രവർത്തനങ്ങൾക്കു ശേഷം ടീച്ചേഴ്സ് വേർഷൻ പരിചയപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ്? എ. രചനയുടെ ഉള്ളടക്കത്തിന്റെയും ഭാഷാ മികവിന്റെയും കാര്യത്തിൽ തിരിച്ചറിവ് നൽകാൻ, ബി. അധ്യാപകരുടെ രചനയാണ് മികച്ചത് എന്ന് ബോധ്യപ്പെടുത്താൻ, സി. സ്വന്തം രചനയിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ, ഡി. കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് വായിച്ചു പഠിക്കാൻ. ഉത്തരം എ ആണ്, രചനയുടെ ഉള്ളടക്കത്തിന്റെയും ഭാഷാ മികവിന്റെയും കാര്യത്തിൽ തിരിച്ചറിവ് നൽകാൻ. എ എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ചോദ്യം നമ്പർ 100. ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗം ഏതാണ്? ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗം ഏതാണ്? എ. കോപ്പി എഴുത്ത്, ബി. എഡിറ്റിംഗ്, സി. മനോഭൂപട നിർമ്മാണം, ഡി. പദസൂര്യൻ. ഉത്തരം ബി ആണ്, എഡിറ്റിംഗ്. ബി ആണ് ഉത്തരം. 101. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആശയ സാമ്യം ഇല്ലാത്ത ശൈലി ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആശയ സാമ്യം ഇല്ലാത്ത ശൈലി ഏതാണ്? എ. അടി മുതൽ മുടി വരെ, ബി. ആപാദചൂഢം, സി. അജഗജാന്തരം, ഡി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ഇതിൽ 3 ഒരേ ആശയമാണ്, 1 വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായത് ഏതാണ് എന്നാണ് ചോദ്യം. സി ആണ്, അജഗജാന്തരം. അതാണ് വേറിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഏതാണ്ട് ഒരേ ആശയമാണ് സൂചിപ്പിക്കുന്നത്. സി ആണ് ഉത്തരം. 102. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? എ. പാട്ടബാക്കി നോവൽ, ബി. അരങ്ങു കാണാത്ത നടൻ ആത്മകഥ, സി. ഹിഗ്ഗിറ്റ കവിതാ സമാഹാരം, ഡി. അരനാഴിക നേരം ചെറുകഥാ സമാഹാരം. ഇതിൽ ശരിയായ ജോഡി ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായത് ബി ആണ്, അരങ്ങു കാണാത്ത നടൻ ആത്മകഥയാണ്. അപ്പോൾ ബി ആണ് ശരി. 103. 2019 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? 2019 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്?
എ സമുദ്രശില, ബി നൃത്തം ചെയ്യുന്ന കടകൾ, സി സൂസന്നയുടെ ഗ്രന്ഥപുര, ഡി നിരീശ്വരൻ. ഉത്തരം ഡി ആണ്, നിരീശ്വരൻ. ഡി ആണ് ഉത്തരം. 104. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? എ താമര പ്ലസ് കുളം, താമരക്കുളം. ബി പിൻ പ്ലസ് കാലം, പിൽക്കാലം. സി തീ പ്ലസ് ആട്ട്, തീയാട്ട്. ഡി ഒരു പ്ലസ് അടി, ഒരടി. ഉത്തരം ബി ആണ്, പിൻ പ്ലസ് കാലം, പിൽക്കാലം. ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ബി ആണ് ഉത്തരം. 105. മെൻഡിങ് എന്ന കാഴ്ചപ്പാടുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? മെൻഡിങ് എന്ന കാഴ്ചപ്പാടുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? എ അധ്യാപകനും വിദ്യാർത്ഥിക്കും മികച്ച വിദ്യാഭ്യാസ അനുഭവങ്ങൾ ലഭിക്കുന്നു. ബി വിദ്യാർത്ഥിയും സ്കൂളും തമ്മിൽ ഉള്ള ബന്ധം ശക്തിപ്പെടുന്നു. സി വിദ്യാർത്ഥികളുടെ പഠന പുരോഗതിയും വ്യക്തിത്വ വികസനവും ഉറപ്പുവരുത്തുന്നു. ഡി അധ്യാപകൻ വിജ്ഞാനം വിതരണം ചെയ്യുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. ഉത്തരം ഡി ആണ്, അധ്യാപകൻ വിജ്ഞാനം വിതരണം ചെയ്യുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. ഡി ആണ് ഉത്തരം. ഇതാണ് മെൻഡിങ് എന്ന കാഴ്ചപ്പാടുമായി യോജിക്കാത്ത പ്രസ്താവന. 106. കൈത്താങ് നൽകൽ സംബന്ധിച്ച ചുവടെയുള്ള പ്രസ്താവനകൾ വിലയിരുത്തി ശരിയുത്തരം കണ്ടെത്തുക. കൈത്താങ് നൽകൽ സംബന്ധിച്ച ചുവടെയുള്ള പ്രസ്താവനകൾ വിലയിരുത്തി ശരിയുത്തരം കണ്ടെത്തുക. 2 പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. 1. കൈത്താങ് നൽകൽ വിദ്യാഭ്യാസത്തിലെ സാമൂഹിക നീതി നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്. കൈത്താങ് നൽകൽ വിദ്യാഭ്യാസത്തിലെ സാമൂഹിക നീതി നടപ്പാക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്. 2ാമത്തെ പ്രസ്താവന ഓരോ കുട്ടിക്കും അവളുടെ അല്ലെങ്കിൽ അവന്റെ പരമാവധി ഉയർന്ന നിലവാരത്തിൽ എത്തുന്നതിന് വേണ്ടി നൽകുന്ന സഹായമാണ്. ശേഷം ഓപ്ഷൻ നൽകിയിരിക്കുകയാണ്. എ 1ാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. അത് പറഞ്ഞാൽ 2ാമത്തെ പ്രസ്താവന ശരിയല്ല എന്നാണ് എ പറയുന്നത്. 1ാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. ബി 2ാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്, അഥവാ 1ാമത്തെ പ്രസ്താവന തെറ്റാണ് എന്നുകൂടിയാണ് ബി അർത്ഥമാക്കുന്നത്. 2ാമത്തെ മാത്രമേ ശരിയുള്ളൂ. സി 2 പ്രസ്താവനകളും തെറ്റാണ്. ഡി 2 പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം ഡി ആണ്, 2 പ്രസ്താവനകളും ശരിയാണ്. ഡി ആണ് ഉത്തരം. 2ഉം ശരിയാണ് എന്നതാണ് ശരിയായ ഉത്തരം. 107. 2 വരി കവിതയെ കുറിച്ചാണ് ചോദ്യം. തുങ്കമാമിനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ. തുങ്കമാമിനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ. അടിവരയിട്ട പദത്തിന്റെ കാവ്യ സന്ദർഭത്തിലെ അർത്ഥം എന്താണ്? ഇവിടെ തുങ്കമാം എന്നതിന്റെ അടിയിൽ വരയിട്ടിരിക്കുന്നു. ആ അടിവരയിട്ട ആ പദത്തിന്റെ കാവ്യ സന്ദർഭത്തിലെ അർത്ഥം എന്താണ്? ഇവിടെ ആ വാക്കിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. എ മനോഹരമായ, ബി തിളക്കമുള്ള, സി കഠിനമായ, ഡി ഇഷ്ടമല്ലാത്ത. ഉത്തരം സി ആണ്, കഠിനമായ. സി എന്ന ഓപ്ഷനാണ് ശരി. ചോദ്യം നമ്പർ 108. ക്ലാസ്സിൽ നടക്കുന്ന ചർച്ചകളിൽ കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങളിലെ പ്രധാന ആശയങ്ങൾ അധ്യാപിക ബോർഡിൽ എഴുതുന്നത് കൊണ്ടുള്ള പ്രധാന നേട്ടം എന്താണ്? ക്ലാസ്സിൽ നടക്കുന്ന ചർച്ചകളിൽ കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങളിലെ പ്രധാന ആശയങ്ങൾ അധ്യാപിക ബോർഡിൽ എഴുതുന്നത് കൊണ്ടുള്ള പ്രധാന നേട്ടം എന്താണ്? എ അഭിപ്രായം പറയാനുള്ള മടി മാറുന്നു. ബി ആശയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നു. സി
അധ്യാപികയുടെ എഴുത്തിന്റെ മനോഹാരിത തിരിച്ചറിയാൻ അവസരം ലഭിക്കുന്നു. ഡി. ചർച്ചകളിൽ പങ്കെടുക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയുന്നു. ഇവിടെ ഉത്തരം ബി ആണ്. ആശയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നു. ബി ആണ് ശരിയായ ഉത്തരം. ചോദ്യം നമ്പർ 109. ആലോലവായു ചെറു തൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരെ ദലമർമരങ്ങൾ. രണ്ടുപേരി കവിതയാണ്, പാടാൻ എനിക്കറിയില്ല, പാടാൻ അറിയുന്നവർ സ്വയം പാടിക്കോളൂ. ആലോലവായു ചെറു തൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരെ ദലമർമരങ്ങൾ. ഇതിൽ ദലമർമരങ്ങൾ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം ഏതാണ്? ദലമർമരങ്ങൾ എന്നതിനെ വിഗ്രഹിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ചോദ്യം. എ. ദലവും മർമരവും. ബി. ദലങ്ങളുടെ മർമരങ്ങൾ. സി. ദലമാകുന്ന മരങ്ങൾ. ഡി. ദലമായ മർമരങ്ങൾ. ഉത്തരം ബി ആണ്. ദലങ്ങളുടെ മർമരങ്ങൾ. ബി ആണ് ശരിയായ ഉത്തരം. 110. ജ്ഞാനനിർമ്മിതിവാദ പ്രകാരമുള്ള ഭാഷാ പഠന സമീപനവുമായി പൊരുത്തപ്പെടുന്ന പ്രസ്താവന ഏതാണ്? ജ്ഞാനനിർമ്മിതിവാദ പ്രകാരമുള്ള ഭാഷാ പഠന സമീപനവുമായി പൊരുത്തപ്പെടുന്ന പ്രസ്താവന ഏതാണ്? എ. തന്റേതായ ഒരു ഭാഷാശൈലി രൂപപ്പെടുത്തുന്നതിന് പഠിതാവിനെ പ്രാപ്തനാക്കുന്നതാവണം. ബി. സാഹിത്യത്തിലൂന്നുന്നതും പരീക്ഷാ കേന്ദ്രീകൃതമായി വിനിമയം ചെയ്യുന്നതും ആവണം. സി. ആവർത്തനത്തിലൂടെയും അനുകരണത്തിലൂടെയും പഠനം ഉറപ്പിക്കുന്നതാവണം. ഡി. പഠനബോധന പ്രവർത്തനങ്ങൾ അധ്യാപക കേന്ദ്രീകൃതമാകണം. ഇതിൽ ജ്ഞാനനിർമ്മിതിവാദ പ്രകാരമുള്ള ഭാഷാ പഠന സമീപനവുമായി പൊരുത്തപ്പെടുന്ന പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. എ ആണ് ഉത്തരം. തന്റേതായ ഒരു ഭാഷാ ശൈലി രൂപീകരിക്കുന്നതിന് പഠിതാവിനെ പ്രാപ്തനാക്കുന്നതാവണം. എ ആണ് ഉത്തരം. തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയുത്തരം എഴുതുക. 111 മുതൽ 115 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഈ ഗദ്യഭാഗം വായിച്ചാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. നമുക്ക് ഈ ഗദ്യഭാഗം വായിച്ചു നോക്കാം. ഉചിതമായ കഥാഘടന, രസപോഷണം തുടങ്ങിയ അംശങ്ങളിൽ മാത്രമല്ല നളചരിതത്തിലെ പാത്രസൃഷ്ടിയിലും നാടകീയത നല്ലവണ്ണം പ്രതിഫലിക്കുന്നുണ്ട്. ഭിന്ന പ്രകൃതികളും ജീവിതത്തിന്റെ പല തലങ്ങളിൽ സാധാരണ കണ്ടുവരുന്നവരുടെ പ്രതീകങ്ങളുമാണ് നളചരിതത്തിലെ കഥാപാത്രങ്ങൾ. പ്രഖ്യാത വംശജനും രാജർഷിയും ധീരോദാത്തനും പ്രതാപവാനുമായ നളനാണ് നായകൻ. നാടകത്തിലെ നായക ലക്ഷണം സർവദാ നളനും യോജിക്കുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ ദൗർബല്യങ്ങളും കുറവുകളും ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഉണ്ണായിയുടെ നളൻ. ലോകപരിചയം സിദ്ധിച്ചവനും ഉദാരമനസ്കനുമാണ് കാട്ടാളൻ. സുദേവനാകട്ടെ രസികനും യജമാന സ്നേഹിയുമായ ഒരു ഉത്തമ ബ്രാഹ്മണനാണ്. ധീരോദാത്തനാണ് പ്രതിനായകനായ കലി. മറ്റ് ആട്ടക്കഥകളിലെ നിർജീവങ്ങളായ കഥാപാത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴേ നമുക്ക് വാര്യരുടെ കഥാപാത്ര സൃഷ്ടിക്കു പിന്നിലുള്ള സർഗശക്തി മനസ്സിലാകുകയുള്ളൂ. നാനാ രസതരംഗിതമായ അതിന്റെ പരിശുദ്ധി ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ തന്നെ വാര്യർ അവതരിപ്പിക്കുന്നുണ്ട്. സംഭവ വൈചിത്ര്യവും വികാര വൈവിധ്യവും ഒരു നാടകത്തിന് അത്യന്താപേക്ഷിതമാണ്. ഈ രണ്ടു ഘടകങ്ങളും നമുക്ക് ഉണ്ണായി വാര്യരുടെ നളചരിതത്തിൽ ദർശിക്കാം. മറ്റു കഥകളിൽ കാണുന്ന വിരസമായ കഥാകഥന രീതിയല്ല വാര്യർ സ്വീകരിച്ചിരിക്കുന്നത്. കഥാവസാനം വരെ അനുവാചകരുടെ ഉത്കണ്ഠ സ്ഥിരമായി പിടിച്ചു നിർത്തുവാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 111. ഉണ്ണായി വാര്യരുടെ നളന്റെ പ്രധാന സവിശേഷത എന്താണ്? ഉണ്ണായി വാര്യരുടെ നളന്റെ പ്രധാന സവിശേഷത എന്താണ്? ഇപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഗദ്യഭാഗത്ത് നിന്നാണ് ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. ഓപ്ഷനുകൾ വായിക്കാം. എ. സാധാരണ മനുഷ്യന്റെ ശക്തി ദൗർബല്യങ്ങൾ ഉള്ള കഥാപാത്രമാണ്. ബി. ലോകപരിചയം സിദ്ധിച്ചവനും ഉദാര മനസ്കനുമാണ്. സി. നിർജീവ കഥാപാത്രങ്ങളുടെ പ്രതീകമാണ്. ഡി. കവിയുടെ തന്നെ ആത്മസത്തയുടെ പ്രതീകമാണ്. ഉത്തരം എ ആണ്.
സാധാരണ മനുഷ്യന്റെ ശക്തി ദൗർബല്യങ്ങൾ ഉള്ള കഥാപാത്രമാണ് എന്നതാണ് ശരി. എ ആണ് ഉത്തരം. 112. ലേഖകന്റെ അഭിപ്രായത്തിൽ ഉണ്ണായി വാര്യരുടെ സർഗപ്രതിഭ ഏറ്റവും തെളിഞ്ഞു കാണുന്നത് എന്തിലാണ്? ലേഖകന്റെ അഭിപ്രായത്തിൽ ഉണ്ണായി വാര്യരുടെ സർഗപ്രതിഭ ഏറ്റവും തെളിഞ്ഞു കാണുന്നത് എന്തിലാണ്? എ. കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്യുന്നതിൽ. ബി. നാടകരചനയിൽ. സി. കഥാപാത്ര സൃഷ്ടിയിൽ. ഡി. ജീവിത ദർശനത്തിൽ. ഉത്തരം സി ആണ്. കഥാപാത്ര സൃഷ്ടിയിൽ. സി ആണ് ഉത്തരം. 113. സർവദ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏതാണ്? സർവദ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏതാണ്? എ. എല്ലാ പ്രകാരത്തിലും. ബി. നിരന്തരം. സി. എല്ലായ്പ്പോഴും. ഡി. എങ്ങനെയും. ഉത്തരം സി ആണ്. സർവദ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എല്ലായ്പ്പോഴും എന്നാണ്. സി ആണ് ഉത്തരം. 114. നളചരിതത്തിലെ ധീരോദ്ധതനായ കഥാപാത്രം ആരാണ്? നളചരിതത്തിലെ ധീരോദ്ധതനായ കഥാപാത്രം ആരാണ്? എ. സുദേവൻ. ബി. നളൻ. സി. കലി. ഡി. കാട്ടാളൻ. പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ കാണാം, കലിയാണ്. സി ആണ് ഉത്തരം, കലി. 115. നളചരിതത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങളിൽ പെടാത്തത് ഏതാണ്? നളചരിതത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങളിൽ പെടാത്തത് ഏതാണ്? എ. നിർജീവമായ കഥാപാത്ര സൃഷ്ടി. ബി. സരസമായ കഥാകഥന രീതി. സി. കഥാപാത്ര സൃഷ്ടിയിലെ നാടകീയത. ഡി. ആകാംക്ഷ നിലനിർത്തുന്ന ആഖ്യാന രീതി. ഉത്തരം എ ആണ്. നിർജീവമായ കഥാപാത്ര സൃഷ്ടി. നളചരിതത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങളിൽ പെടാത്തത് നിർജീവമായ കഥാപാത്ര സൃഷ്ടിയാണ്. അപ്പൊ എ ആണ് ഉത്തരം. തന്നിരിക്കുന്ന പദ്യഭാഗം വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയുത്തരം എഴുതുക. 116 മുതൽ 120 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ കവിതാഭാഗം നോക്കിയിട്ട്, ഈ പദ്യഭാഗം നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഈ പദ്യഭാഗം ഒന്ന് വായിച്ചു നോക്കാം. അവർ മരിച്ചിട്ട് നാളുകൾ പലതായി, അവരെ കുറിച്ചുള്ള കണ്ണീരിൽ കാരം പോയി, കുപ്പിയിൽ ഭരണിയിൽ കാലങ്ങളായിട്ടവർ, ഉപ്പിലിട്ടവ ഓരോന്നെടുത്തു തീരാറായി. അയലത്തുള്ളോരൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? അടുത്ത ബന്ധുക്കൾ തൻ നാവിലിപ്പോഴുമുണ്ടോ? പുളിയന്മാങ്ങ അമ്പഴങ്ങ നെല്ലിക്ക എന്തും ഉപ്പിട്ടു സൂക്ഷിക്കുവാനുള്ള വൈഭവത്തിന് കിട്ടിയിട്ടുണ്ടായിടാം അവർക്ക് സ്തുതി. കൂടെ ഇത്തിരി നിന്നാ സ്തുതി, അതു ലോകത്തിൻ രുചി. തൊട്ടുകൂട്ടിയിട്ടുണ്ട് ഞാനുമ കയ്യിൻ പുണ്യമിത്തിരി, മാഞ്ഞേ പോയി നാത്തുമ്പിൽ അതിൻ പുളി. അവരെ കുറിച്ചുള്ള ഒറ്റയോർമ്മയെങ്കിലും വാക്കിലിട്ടഴുകാതെ വെക്കുവാനായില്ലല്ലോ. 116. കുപ്പിയിൽ ഭരണിയിൽ കാലങ്ങളായിട്ടവർ, ഉപ്പിലിട്ടവ ഓരോന്നെടുത്ത് തീരാറായി. ഈ വരികളിലെ ശബ്ദാലങ്കാരം ഏതാണ്? കുപ്പിയിൽ ഭരണിയിൽ കാലങ്ങളായിട്ടവർ, ഉപ്പിലിട്ടവ ഓരോന്നെടുത്ത് തീരാറായി. ഈ വരികളിലെ ശബ്ദാലങ്കാരം ഏതാണ്? എ. ദ്വിതീയാക്ഷര പ്രാസം. ബി. യമകം. സി. അന്ത്യാക്ഷര പ്രാസം. ഡി. തൃതീയാക്ഷര പ്രാസം. ഉത്തരം എ ആണ്. ദ്വിതീയാക്ഷര പ്രാസം. എ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 117. കണ്ണീരിൻ കാരം പോയി എന്ന പ്രയോഗം കൊണ്ട് ധ്വനിപ്പിക്കുന്നത് എന്താണ്? കണ്ണീരിൻ കാരം പോയി എന്ന പ്രയോഗം കൊണ്ട് ധ്വനിപ്പിക്കുന്നത് എന്താണ്? എ. കണ്ണീരു വറ്റിപ്പോയി. ബി. ദുഃഖ തീവ്രത കുറഞ്ഞു. സി. സ്നേഹം ഇല്ലാതായി.
ഡി സത്യത്തിനു നേരെ കണ്ണടച്ചു. ഉത്തരം ബി ആണ്. ദുഃഖ തീവ്രത കുറഞ്ഞു. ബി ആണ് ഉത്തരം. ദുഃഖ തീവ്രത കുറഞ്ഞു. 118. അത് ലോകത്തിൻ രുചി എന്ന പ്രയോഗത്തിൽ തെളിയുന്നത് എന്താണ്? അത് ലോകത്തിൻ രുചി എന്ന പ്രയോഗത്തിൽ തെളിയുന്നത് എന്താണ്? എ. രുചിയോടുള്ള പ്രിയം മനുഷ്യ സ്വഭാവമാണ്. ബി. മനുഷ്യരുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്. സി. രുചിയാണ് ലോകത്തെ നിർണയിക്കുന്നത്. ഡി. പുകഴ്ത്തുകയും ഇകഴ്ത്തുകയും ചെയ്യുന്നത് ലോക സ്വഭാവമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ്. പുകഴ്ത്തുകയും ഇകഴ്ത്തുകയും ചെയ്യുന്നത് ലോക സ്വഭാവമാണ്. ഡി എന്ന ഓപ്ഷനാണ് ശരി. 119. അവരെക്കുറിച്ചുള്ള ഒറ്റയോർമ്മയെങ്കിലും വാക്കിലിട്ടഴുകാതെ വെക്കുവാനായില്ലല്ലോ. അവരെക്കുറിച്ചുള്ള ഒറ്റയോർമ്മയെങ്കിലും വാക്കിലിട്ടഴുകാതെ വെക്കുവാനായില്ലല്ലോ. ഈ വരികളുടെ ആശയവുമായി ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? എ. ഓർമ്മകൾ കേവലം വാക്കുകൾ മാത്രമാണ്. ബി. സ്നേഹവും കടപ്പാടുമൊന്നും ഓർമ്മിക്കേണ്ടതില്ല. സി. ഒരോർമ്മ പോലും ബാക്കി വെക്കാനാവാത്തതിൽ കവി ദുഃഖിക്കുന്നു. ഡി. ഓർമ്മകൾ കേവലം അഴുക്കുകളാണ്. ഉത്തരം സി ആണ്. ഒരോർമ്മ പോലും ബാക്കി വെക്കാനാവാത്തതിൽ കവി ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സി എന്ന ഓപ്ഷനാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 120. വൈഭവം എന്ന പദത്തിന്റെ കാവ്യ സന്ദർഭത്തിലെ അർത്ഥം എന്താണ്? വൈഭവം എന്ന പദത്തിന്റെ കാവ്യ സന്ദർഭത്തിലെ അർത്ഥം എന്താണ്? എ. സാമർഥ്യം. ബി. ബുദ്ധി. സി. പാചകകല. ഡി. കർമ്മധീരത. ഇവിടെ ഉത്തരം എ ആണ്. സാമർഥ്യം. വൈഭവം എന്ന പദത്തിന്റെ കാവ്യ സന്ദർഭത്തിലെ അർത്ഥം സാമർഥ്യം എന്നാണ്. എ എന്ന ഓപ്ഷനാണ് ശരി.